Hi all, welcome to PTech MEDC. ഇന്ന് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ FIR ഫിൽട്ടർ ഡിസൈൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. FIR ഫിൽട്ടർ ഡിസൈൻ യൂസിങ് വിൻഡോയിങ് ടെക്നിക്ക്. ഓൾറെഡി ഒരു FIR ഫിൽട്ടർ ഡിസൈൻ യൂസിങ് ഫോറിയർ സീരീസ് മെത്തേഡ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ അതിൻ്റെ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് FIR ഫിൽട്ടർ യൂസിങ് വിൻഡോയിങ് ടെക്നിക് മെത്തേഡ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമലി FIR ഫിൽട്ടർ ഡിസൈനിൽ വിൻഡോയിങ് ടെക്നിക്കാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാനും പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ FIR ഫിൽട്ടറിൻ്റെ ഫോറിയർ സീരീസ് മെത്തേഡായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഫോറിയർ സീരീസ് മെത്തേഡിനകത്ത് അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ HDE⁻ ഫ്രീക്വൻസി റെസ്പോൺസ് ആയിരിക്കും തരുന്നത്. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കും. ആ ഇമ്പൾസ് റെസ്പോൺസ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആയിരിക്കും. അതിനെ ഫൈനൈറ്റ് ഡ്യൂറേഷനിലേക്ക് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയായിരുന്നു നമ്മൾ അതിൻ്റെ ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസിന് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസിന് ട്രങ്കേറ്റ് ചെയ്ത് ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആയിട്ട് മാറ്റും. കാരണം FIR ഫിൽറ്ററിൻ്റെ കേസിൽ ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി ഫൈനൈറ്റ്. ഓക്കെ, അതായിരുന്നു നമ്മളതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അതിൽ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതിനകത്ത് സഡൻ ആയിട്ടാണ് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുന്നത് അല്ലേ. HDNനെ H(n) ആക്കാൻ വേണ്ടി ആ ഒരു n വാല്യൂ തരും. അതിൻ്റെ -n-1/2 ടു +n-1/2 വെച്ചിട്ടാണ് നമ്മൾ അതിനെ അങ്ങ് ട്രങ്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സഡനായിട്ട് ട്രങ്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഫിൽറ്റേഴ്സ് ആണല്ലോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഫിൽറ്റേഴ്സിന് സ്റ്റോപ്പ് ബാൻഡ്, പാസ് ബാൻഡ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ബാൻഡ്സ് ഉണ്ട്. അതിൽ പാസ് ബാൻഡിലും സ്റ്റോപ്പ് ബാൻഡിലും ട്രിപ്പിൾസ് ഉണ്ടാവും, ചെറിയ അൺവാണ്ടഡ് ഓസിലേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അൺവാണ്ടഡ് ആണ്. ഇപ്പോൾ ഡ്യൂ ടു സഡൻ ട്രങ്കേഷൻ ദർ വിൽ ബി സം ഓസിലേഷൻസ് ഇൻ പാസ് ബാൻഡ് ആൻഡ് സ്റ്റോപ്പ് ബാൻഡ്. ആ അൺവാണ്ടഡ് ഓസിലേഷൻസിനെയാണ് നമ്മൾ ഗിബ്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ഗിബ്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അൺവാണ്ടഡ് ആണ്. ദാറ്റ് ഈസ് ഹാപ്പൻ ഡ്യൂ ടു ദ ട്രങ്കേഷൻ ഓഫ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് അറ്റ് n ഈക്വൽ ടു ±n-1/2 അല്ലേ. നമ്മൾ മോഡാണ് എടുക്കുന്നത്. +n-1/2 ടു -n-1/2 വെച്ച് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യും. ട്രങ്കേറ്റ് ചെയ്തിട്ടാണ് ആ ഫോറിയർ സീരീസ് മെത്തേഡിൽ അതിന് ഇമ്പൾസ് റെസ്പോൺസ് ഫൈനൈറ്റ് ആക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡും കൂടെ പറയുന്നത്. അപ്പം അത് ഒരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വിൻഡോയിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് വിൻഡോസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമ്മളുടെ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്, ഓക്കെ, അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഞാനൊരു എക്സാമ്പിൾ വരയ്ക്കുകയാണ്. ഇങ്ങനൊരു ഇമ്പൾസ് റെസ്പോൺസ് ആയിരുന്നു വിചാരിക്കുക. ഏതാണ് നമ്മളൊരു ഫിൽട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഇങ്ങനെ ഇൻഫിനിറ്റ് ഡ്യൂറേഷനിലാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ നോർമലി ഫോറിയർ സീരീസ് മെത്തേഡിൽ ഗിവൺ n വെച്ചിട്ട് അല്ലേ, അതായത് -n-1/2 ടു +n-1/2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ട്രങ്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും ഒരു പർട്ടിക്കുലർ സീക്വൻസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സഡനായിട്ടൊരു ട്രങ്കേഷൻ വരുന്നത് കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ സപ്പോസ് ഒരു ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഇപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററാണ്. നമ്മളിങ്ങനെ സഡൻ ട്രങ്കേഷൻ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ എഫക്റ്റ് ആയിട്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ പാസ് ബാൻഡ്, സ്റ്റോപ്പ് ബാൻഡ്. അപ്പോൾ അവിടെ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനത്തുള്ള സം അൺവാണ്ടഡ് ഓസിലേഷൻസ് വരും. ഓക്കെ, ഈ ഓസിലേഷൻസിനെയാണ് നമ്മൾ ഗിബ്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഗിബ്സ് ഫിനോമിനൻ നോർമലി ഒരു 5 മാർക്സിനൊക്കെ ചോദിക്കാറുള്ളതാണ്. വാട്ട് യു മീൻ ബൈ ഗിബ്സ് ഫിനോമിനൻ എന്ന് പറയുന്നത് ആൻഡ് ഹൗ വിൽ യു ഓവർകം ദാറ്റ് ഗിബ്സ് ഫിനോമിനൻ. ഓക്കെ, അപ്പം ഗിബ്സ് ഫിനോമിനൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനത്തുള്ള ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസിന് നമ്മൾ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡിൽ -n-1/2 ടു +n-1/2 വെച്ച് ട്രങ്കേറ്റ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്നും നോക്കുന്നില്ല. എത്രയാണോ വരുന്നത് അത്രയും പോയിന്റ്സ് മാത്രം നമ്മൾ അങ്ങ് എടുക്കും. ഓക്കെ, ഇനി അതുകൊണ്ട് ഈ ഗിബ്സ് ഫിനോമിനൻ ഉണ്ടാവും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫിൽറ്ററിൻ്റെ ഒരു ഇമ്പൾസ് റെസ്പോൺസ് ഇങ്ങനെ പോവുകയാണ്. അത് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ
ഒരു വിൻഡോ നമ്മളിപ്പോൾ നോർമലി വിൻഡോയുടെ കൺസെപ്റ്റ് പോലെ തന്നെ വിൻഡോ എന്തെങ്കിലും കുറേ ഇപ്പോൾ നമ്മളുടെ റൂമിൻ്റെ വിൻഡോ മീൻസ് എന്താണ് കുറച്ച് എയറിന് അതിലേക്കൂടെ പാസ് ചെയ്യും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ വിൻഡോ എന്ന് പറയും. അതേപോലെ തന്നെ ഇതിൻ്റെ കേസിൽ ഇതൊരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആണ്. ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഓക്കെ, അതിന് HDN എന്ന് പറയും. ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഫോർ ആൻ FIR ഫിൽറ്റർ ദ ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി ഫൈനൈറ്റ് ആണ്. അങ്ങനെ അതിൻ്റെ പേര് വരുന്നത് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതിനെന്ത് ചെയ്യണം? വി ഷുഡ് മേക്ക് ഇറ്റ് ഫൈനൈറ്റ്. ഇപ്പോൾ ഫൈനൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചില ഫങ്ഷൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഫങ്ഷൻസിനെയാണ് നമ്മൾ നോർമലി വിൻഡോ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. വിൻഡോ ഫങ്ഷൻസ്. ഇപ്പോൾ വിൻഡോ ഫങ്ഷൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ അതിന് വാല്യൂസ് കാണത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ആണ് റെക്റ്റാങ്കുലർ വിൻഡോ എന്ന് പറയുന്ന വിൻഡോ ഉണ്ട്. റെക്റ്റാങ്കുലർ വിൻഡോ അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഓക്കെ, n-1/2 to n-1/2. ഇപ്പോൾ n=5 ആണെങ്കിൽ എന്ത് വരും? 5 - 1/2 ഇവിടെ 2 വരും. ഇവിടെ -5 - 1/2 -2 വരും. അപ്പോൾ ഇവിടെ -2 to 2 വരെ -2 -1 0 1 2 അങ്ങനെ 5 സാമ്പിൾസേ ആ റെക്റ്റാങ്കുലർ ഫംഗ്ഷന് കാണത്തുള്ളൂ. ഇതൊരു അതിനാണ് റെക്റ്റാങ്കുലർ വിൻഡോ എന്ന് പറയുന്നത്. റെക്റ്റാങ്കുലർ വിൻഡോ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. ഇപ്പോൾ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ്, ഇപ്പോൾ എന്നിന് ചിലപ്പോൾ 10 കൊടുക്കാം, 11 കൊടുക്കാം. ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചിട്ട് അത്രയും സാമ്പിൾസ് മാത്രമേ അതിന് വാല്യൂസ് കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കുലർ ഫംഗ്ഷൻസിനെ ആയിരിക്കും ഈ ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ഇമ്പൾസ് റെസ്പോൺസുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഇങ്ങോട്ടുള്ള വാല്യൂസ് എല്ലാം എന്താണ്? അതിൻ്റെ വാല്യൂസ് എല്ലാം 0 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ കറസ്പോണ്ടിങ് ആ 5 വാല്യൂസ് മാത്രം ഫിൽട്ടർ ചെയ്ത് വരും. ഓക്കെ, കറസ്പോണ്ടിങ് 5 വാല്യൂസ്. ഇപ്പം സീക്വൻസ് തമ്മിൽ മൾട്ടിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പോയിന്റ്സ് തമ്മിലായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സപ്പോസ് ഇത് 0 1 2 -1 -2 എന്ന് വെച്ചോ. അപ്പോൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കണ്ട് ഇത്രയും പോർഷൻ മാത്രം കിട്ടില്ല, ആ ഒരു സീക്വൻസ് മാത്രം കിട്ടും. അതായത് -2ൽ ഒരു ഹൈ വാല്യൂ, പിന്നെ ലോ വാല്യൂ, ഹൈ വാല്യൂ, ലോ വാല്യൂ. ഇത്രയും പോയിന്റ്സ് മാത്രം നമുക്ക് കിട്ടും. എന്ത് ചെയ്യുന്നത്? ഈ ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസിന് വിൻഡോ ഫംഗ്ഷൻ ഒരു ടൈപ്പ് വിൻഡോ ഫംഗ്ഷനാണ് റെക്ടാങ്കുലർ വിൻഡോ എന്ന് പറയുന്നത്. അതുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റെക്ടാങ്കുലർ വിൻഡോയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ n വാല്യൂസിൽ മാത്രമേ അതിന് വാല്യൂ കാണത്തുള്ളൂ, ബാക്കി എല്ലാ വാല്യൂസും 0 ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. അത് നമ്മൾ ഈ വിൻഡോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഫിൽറ്റർഡ് ഇട്ട് കിട്ടും. ദാറ്റ് ഈസ് ഇറ്റ് ബിക്കംസ് h(n) ആൻഡ് ഇറ്റ്സ് ഇമ്പൾസ് റെസ്പോൺസ് വിൽ ബി ഫൈനൈറ്റ്. ഇതാണ് വിൻഡോയിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പം നമ്മളുടെ ഫോറിയർ സീരീസ് മെത്തേഡ് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആയിരിക്കും. ഫോർ എ FIR ഫിൽറ്റർ ദാറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി ഫൈനൈറ്റ്. സോ വി ഹാവ് ടു മേക്ക് ദാറ്റ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ടു ഫൈനൈറ്റ്. സോ ദാറ്റ് ഇപ്പം എന്ത് ചെയ്യും? വി വിൽ മൾട്ടിപ്ലൈ ദ infinite duration sequence with some window functions. The functionality of window function is that it will pass only, it will give only that corresponding values of that filter. Okay, ഇതിൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. n=5 വരുന്ന കേസിൽ -2 to 2 വരെ ആയിരിക്കും ആ റെക്ടാങ്കുലർ സീക്വൻസിൻ്റെ എന്ത് വരുന്നത്. അത് ആ ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കറസ്പോണ്ടിങ് -2 to 2 ഉള്ള വാല്യൂസേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ദാറ്റ് ഇപ്പം എന്ത് പറ്റും? ഈ ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ h(n) എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് ഡ്യൂറേഷൻ h(n) ആവും. That becomes the impulse response of an finite impulse response filter. Okay. ഇപ്പം ഇത് റെക്ടാങ്കുലർ വിൻഡോ, അങ്ങനെ ഡിഫറെൻറ്റ് വിൻഡോസ് അവൈലബിൾ ആണ്. ഇപ്പം റെക്ടാങ്കുലർ വിൻഡോയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ് പോലെ തന്നെ അല്ലേ. ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി പോയിന്റ്സ് അങ്ങ് നെഗ്ലക്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ റെക്ടാങ്കുലർ വിൻഡോയുടെ കേസിലും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസിന് നമ്മൾ റെക്ടാങ്കുലർ ഫംഗ്ഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ബാക്കിയുള്ളതിനൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കി പോയിന്റ്സിൻ്റെ എല്ലാം അങ്ങ് നമ്മളങ്ങ് ട്രങ്കേറ്റ് ചെയ്ത് കളയുകയാണ്.
അപ്പോൾ ഇതിൻ്റെ കേസിൽ റെക്ടാങ്കുലർ വിൻഡോ നമ്മൾ യൂസ് ചെയ്താലും there will be unwanted oscillations called Gibbs phenomenon. ഓക്കെ, ട്രങ്കേറ്റഡ് ഫോർവേഡ് സീരീസ് മെത്തേഡിലും ഉണ്ട്. അതേപോലെ ഈ റെക്ടാങ്കുലർ വിൻഡോ യൂസ് ചെയ്താലും there will be unwanted oscillations in the pass band and stop band of the filter. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇതുപോലത്തുള്ള ഡിഫറെൻറ്റ് വിൻഡോ ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത റെക്ടാങ്കുലർ വിൻഡോ. അതിന് നമ്മൾ WR(n) വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 4 -n-1/2 less than n(n-1/2). ഓക്കെ, ഇത്രയും പോയിന്റ്സ്. ഇപ്പോൾ n ഇപ്പം അവിടെ നമ്മൾ 5 എടുത്തു, അപ്പോൾ -2 to 2 ആയി. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് n വാല്യൂസിനനുസരിച്ച് അത്രയും പോയിന്റ്സിൽ മാത്രമേ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ബാക്കി എല്ലാ പോയിന്റ്സിലും അതിൻ്റെ വാല്യൂസ് സീറോസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ റെക്ടാങ്കുലർ വിൻഡോ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ അതിൻ്റെ ഇക്വേഷൻസ് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ ωRn ആണ്. ഇറ്റ് ഈസ് ഹാവിങ് വാല്യൂ 1 4 -n-1/2 less than n-1/2 equal to 0 otherwise. ഇതുപോലെ സെക്കൻഡ് ഒരു വിൻഡോ ആണ് ട്രയാങ്കുലർ വിൻഡോ. അത് ബാർട്ട്ലെറ്റ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാർട്ട്ലെറ്റ് വിൻഡോ എന്നും പറയും. അതിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ് അതിൻ്റെ ട്രയാങ്കുലർ വിൻഡോ എന്ന് പറയുന്നത്. ഇതുപോലൊരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും എന്ത് വരുന്നത്, ആ വിൻഡോയുടെ ഷേപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് W സഫിക്സ് ക്യാപിറ്റൽ T(n) ഈക്വൽസ് 1 - 2 mod n divided by n-1. ഇതിൻ്റെ ഇൻ്റർവെൽ സെയിം ആയിരിക്കും എല്ലാത്തിൻ്റെയും. -n-1/2 to n less than n-1/2 equal to 0 otherwise. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ട്രയാങ്കുലർ വിൻഡോ ആണ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയില്ലേ. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ സഡനായിട്ടല്ല പോകുന്നത്, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. റെക്ടാങ്കുലർ വിൻഡോ ആകുമ്പോഴത്തേക്ക് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സഡൻ ട്രങ്കേഷൻ പോലെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. കമ്പയർഡ് ടു റെക്ടാങ്കുലർ വിൻഡോ, ട്രയാങ്കുലർ വിൻഡോ മച്ച് മോർ സ്മൂത്തർ ആപ്ഷൻ ആണ് വരുന്നത്. നമ്മൾ നെക്സ്റ്റ് തേർഡ് വിൻഡോ പോവുകയാണ്. തേർഡ് വിൻഡോ എന്ന് വെച്ചാൽ ഹാനിങ് വിൻഡോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാനിങ് വിൻഡോ ആണ്. അതിന് നമ്മൾ WHn equal to 0.5 plus 0.5 cos 2πn/n-1. അതിൻ്റെ റേഞ്ച് സെയിം തന്നെയാണ്. ഇപ്പോൾ ഒരു കൊസൈൻ ഫോമാണ്. ഇപ്പോൾ ട്രയാങ്കിളിനേക്കാളും കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും അല്ലേ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആയി, കാരണം ഇവിടെ ഒരു കൊസൈൻ ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. അതാണ് ഹാനിങ് വിൻഡോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഹാനിങ് എന്ന് വെച്ചാൽ ഒരു സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു വിൻഡോ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ ഹാനിങ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിച്ചുകൊണ്ടാണ് WHn ഈക്വൽസ് 0.5 plus 0.5 cos 2πn/n-1 ഫോർ ദ സെയിം റേഞ്ച് ആയിരിക്കും ഈക്വൽ ടു 0 അതർവൈസ്. ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിൻ്റെ ഫംഗ്ഷൻ വരുന്ന ടോട്ടൽ വരുന്ന ഒരു 1 രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി 0.5 plus 0.5 കോസ് ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ ഓർത്ത് വെക്കാൻ വേണ്ടി പറയുകയാണ്. 0.5 plus 0.5 എന്ന് വെച്ചാൽ 1 വരുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പം ഹാനിങ് വിൻഡോ 0.5 plus 0.5 കോസ് 2πn/n-1 ആണ് ഈ ബിറ്റ്വീൻ ദ റേഞ്ച് ദീസ് ടു റേഞ്ച് ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. അപ്പം ആ ഫംഗ്ഷൻ കുറച്ചും കൂടെ സ്മൂത്തറായി. ആദ്യമേ നമുക്ക് റെക്ടാങ്കുലർ ആയിരുന്നു, അത് സഡൻ ട്രങ്കേഷനാണ്. നെക്സ്റ്റ് ട്രയാങ്കുലർ ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആ ഫംഗ്ഷൻസ് സ്മൂത്തായി. കൊസൈൻ ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്മൂത്തായി അല്ലേ. കൊസൈൻ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്, കുറച്ചും കൂടെ സ്മൂത്തൻഡ് ആയിട്ടാണ് ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പം അതിൻ്റെ ടോട്ടൽ 1 വരുന്ന രീതിയിൽ ഓർത്ത് വെക്കുക. ഫോർത്ത് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ MMING ആണ്, ഹാമിങ് വിൻഡോ. അതിന് റേസ്ഡ് കൊസൈൻ വിൻഡോ എന്ന് പറയും. ഇപ്പോൾ നേരത്തെ നമ്മൾ ഹാനിങ് വിൻഡോ പറഞ്ഞു, അപ്പം അതിനകത്താണെങ്കിൽ കൊസൈനാണ്. പക്ഷേ ഹാമിങ് ആകുമ്പോഴത്തേക്ക് ദിസ് ഈസ് ഹാമിങ് വിൻഡോ വരുമ്പോഴത്തേക്ക് അതിന് നമ്മൾ റേസ്ഡ് കൊസൈൻ വിൻഡോ എന്ന് പറയും. പിന്നെ ഒരു പ്ലാറ്റ്ഫോം കാണും, കണ്ടോ, റേസ്ഡ് ആണ്. കമ്പയർഡ് ടു ഹാനിങ് വിൻഡോ അതിനകത്ത് പ്ലാറ്റ്ഫോം ഇല്ല, റേസ്ഡ് അല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ്ഡ് കൊസൈൻ ഫോമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് 0.5 plus 0.5 ആയിരുന്നു, കോസ് 2πn/n-1 ആയിരുന്നു. അടുത്ത ഹാമിങ് വരുമ്പോഴത്തേക്ക് അത് 0.54 plus 0.4, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വരുന്ന രീതിയിലാണ്. അപ്പോൾ ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. 0.54 plus 0.46 കോസ്
2 pi n by n minus 1 അതിൻ്റെ റേഞ്ച് സെയിം ആണ്, ഈക്വൽ ടു 0 അതർവൈസ്. അതിന് നമ്മൾ റേസ്ഡ് കൊസൈൻ വിൻഡോ എന്നും പറയും. നോർമലി ഓർക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, വിൻഡോ ടെക്നിക്കിനകത്ത് വിൻഡോ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വിൻഡോ ദിസ് ഹാമിംഗ് വിൻഡോ ആണ്. റേസ്ഡ് കൊസൈൻ വിൻഡോ ഹാമിംഗ് വിൻഡോ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ചില ക്വസ്റ്റിനകത്തൊക്കെ ആണെങ്കിൽ വിൻഡോയും ടെക്നിക്കിനെ പറയത്തുള്ളൂ, ഏത് വിൻഡോ എന്ന് സ്പെസിഫൈ ചെയ്തില്ല. ഇപ്പം നമ്മൾ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ നോർമലി യൂസ് ചെയ്യുന്ന വിൻഡോ ആണ് ഹാമിംഗ് വിൻഡോ ഓർ റേസ്ഡ് കൊസൈൻ വിൻഡോ. അത് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ നമ്മുടെ ഓസിലേഷൻസ് കുറച്ചും കൂടെ കുറവായിരിക്കും. അതുപോലെ സീറോ വെച്ചിട്ടല്ല പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു കുറച്ച് വാല്യൂ വെച്ചിട്ടാണ് നമ്മളതിനെ ട്രങ്കേറ്റ് ചെയ്ത് കളയുന്നത്. ബേസ് ഉണ്ട്, ഓക്കെ, ഒരു ബേസ് ഉണ്ട്. അതിനാണ് റേസ്ഡ് കൊസൈൻ വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. 0.54 പ്ലസ് 0.46 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വരുന്ന രീതിയിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതിൻ്റെ ലാസ്റ്റ് 1 ആണ് ബ്ലാക്ക്മാൻ വിൻഡോ. അപ്പോൾ അതിൻ്റെ കേസും ഈ റേസ്ഡ് കൊസൈൻ വിൻഡോ പോലെയാണ്, കുറച്ചും കൂടെ ബേസ് കുറവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ ഒമേഗ ബി എൻ വെച്ച് ബ്ലാക്ക് ബാൻ ആയതുകൊണ്ട് ഒമേഗ ബി എൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് 3 ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ടാണ് വരുന്നത്. അത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി 1 വരുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, 0.42 പ്ലസ് 0.5 കോസ് 2 pi n by n minus 1 പ്ലസ് 0.08 കോസ് 4 pi n by n minus 1 for the range minus n minus 1 by 2 to plus n minus 1 by 2. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള 5 വിൻഡോസ്. ജസ്റ്റ് ഒന്നും കൂടെ പറയാം. അപ്പോൾ ഇതിൻ്റെ കേസിൽ റെക്ടാങ്കുലർ വിൻഡോ റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും, ഈ റേഞ്ചിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സെക്കൻഡ് ട്രയാങ്കുലർ വിൻഡോ ഓർ ബാർട്ട്ലെറ്റ് വിൻഡോ ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും, റേഞ്ച് സെയിം ആയിരിക്കും, അതിൻ്റെ ഇക്വേഷൻസ് ഇതായിരിക്കും. ഇനി തേർഡ് വൺ ഹാനിങ് വിൻഡോ, അതിൻ്റെ കേസിൽ കൊസൈൻ ഷേപ്പാണ് വരുന്നത്. 0.5 പ്ലസ് 0.5 കോസ് 2 pi n by n minus 1 ഹാനിങ് വിൻഡോ. നെക്സ്റ്റ് വരുന്ന ഹാമിംഗ് വിൻഡോ ആണ്. ഹാമിംഗ് വിൻഡോ വരുമ്പോഴത്തേക്ക് റേസ്ഡ് കൊസൈൻ വിൻഡോ ആണ്. അതിൻ്റെ കേസിൽ WHN ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സം വരുന്നത് 1 വരുന്ന രീതിയിൽ തന്നെ വരും. 0.54 പ്ലസ് 0.46 കോസ് 2 pi n by n minus 1. ബ്ലാക്ക്മാൻ വിൻഡോ WBN, എൻ്റെ എക്സ്പ്രഷൻ സം ചെയ്യുമ്പോൾ 1 രീതിയിൽ തന്നെ വരും. 0.42 പ്ലസ് 0.5 കോസ് 2 pi n by n minus 1 പ്ലസ് 0.08 കോസ് 4 pi n by n minus 1. അതിൻ്റെ ഷേപ്പ് ഇതുപോലെ ഇരിക്കും. വിൻഡോയിൻ്റെ ഷേപ്പ് വിൻഡോ ഫങ്ഷൻസിൽ നമുക്ക് വിൻഡോ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ വി നീഡ് ടു യൂസ് ഹാമിംഗ് വിൻഡോ ഓർ റേസ്ഡ് കൊസൈൻ വിൻഡോ. നെക്സ്റ്റ് ഒരു യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള സ്ഥിരം ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡിസൈൻ ആൻഡ് ഐഡിയൽ ഫിൽറ്റർ വിത്ത് എ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് HD റേസ് j omega തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ 1 for pi by 4 less than mod omega less than pi equal to 0 for mod omega less than pi by 4. n equal to 11 തന്നിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. യൂസ് ഹാമിംഗ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോർമലി ഹാമിംഗ് വിൻഡോ ആണ്. അതിൻ്റെ ഫ്രീക്വൻസി സ്പെസിഫിക്കേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പം ബെറ്റർ ആയിട്ടുള്ള വിൻഡോ എന്ന് പറയാൻ ഹാമിംഗ് വിൻഡോ ആണ്, അല്ലെങ്കിൽ റേസ്ഡ് കൊസൈൻ വിൻഡോ ആണ്. ഇതിൻ്റെ കേസിൽ ഹാമിംഗ് വിൻഡോ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഫിൽറ്റർ. ഓക്കെ, നമുക്ക് അതിൻ്റെ H of Z ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, H of Z ഫോർ ദ ഫിൽറ്റർ യൂസിങ് വിൻഡോയിങ് ടെക്നിക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ മോഡ് ഒമേഗ ആണ് തന്നിരിക്കുന്നത്. പൈ ബൈ 4 മോഡ് ഒമേഗ ലെസ് ദാൻ പൈ ബൈ 4. അതിൻ്റെ റീജിയൻ ഈ പൈ ബൈ 4നും മൈനസ് പൈ ബൈ 4നും പൈ ബൈ 4നും ഇടയ്ക്ക് അതിൻ്റെ വാല്യൂ 0 ആണ്. ബിറ്റ്വീൻ ദീസ് 2 റീജിയൻസ് അതിൻ്റെ കേസിൽ വാല്യൂ 1 ആണ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ റീജിയൻസ് എഴുതുക. ദിസ് ഈസ് -π, അടുത്ത -π/4 ഇവിടെ വരും, ഇവിടെ π/4 വരും. ഓക്കെ, ദിസ് ഈസ് HD e raised to j omega. ഇതിൻ്റെ കേസിൽ പറയുന്നുണ്ട് എൻ്റെ വാല്യൂസ് പൈ മോഡ് ഒമേഗ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം π to -π വരെ ഉണ്ടെന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 0 വരുന്ന കേസിൽ ഈ ഇവിടെ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം π/4നും പ്ലസ് π/4നും മൈനസ് π/4നും ഇടയ്ക്ക് അതിന് വാല്യൂസ് ഇല്ല. അപ്പം ഇത്ര അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 റീജിയൻസേ വരുത്തുള്ളൂ. ഓക്കെ, ഈ 2 റീജിയൻസേ വരുത്തുള്ളൂ.
between pi by 4 and pi minus pi by 4 and minus pi അതിന് ഫ്രീക്വൻസി റെസ്പോൺസ് ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കേസിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് HDN ആണ്. HDN ഇക്വേഷൻ 1/2 ഇൻ്റഗ്രൽ ജനറലായിട്ട് -π to π HD e raised to j omega ഇതിൻ്റെ വാല്യൂ 1 ആണ് കേട്ടോ. e raised to j omega n d omega. ഇതിൻ്റെ കേസിൽ ഇങ്ങനെ രണ്ടായിട്ട് എഴുതാം അല്ലേ, ഈ രണ്ട് റീജിയന് ദറ്റ് ഈസ് 1/2 ഇൻ്റഗ്രൽ ഫസ്റ്റ് ഈ റേഞ്ച് എഴുതുക -π to -π/4 എൻ്റെ വാല്യൂ 1 ആണ്. HD e raised to omega 1 ആണ് ഇൻറ്റു e raised to j omega n d omega പ്ലസ് ഇൻ്റഗ്രൽ അടുത്ത റീജിയൻ ദറ്റ് ഈസ് π/4 to π എൻ്റെ വാല്യൂ 1 ആണ് e raised to j omega n d omega. നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേഷനാണ് നമുക്ക് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ വിൻഡോയിങ് ടെക്നിക്കിൽ പാർട്ട് 2 ഒരു ട്രിക്ക് വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നമുക്ക് ഇതുപോലെ വരുന്ന മാഗ്നിറ്റ്യൂഡ് 1 വരുന്ന കേസ് ഏത് ലിമിറ്റ് ആണെങ്കിലും ഓക്കെ അത് സോൾവ് ചെയ്യാതെ ഡയറക്റ്റ് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. നിങ്ങൾ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് DSPയുടെ ഒക്കെ കേസിലാണെങ്കിൽ എക്സാമിന് ടൈം ഒരു വലിയ ഫാക്ടറാണ്. മാക്സിമം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ടൈം ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള പ്രോബ്ലത്തിനകത്ത് ഇൻ്റഗ്രേഷന് കുറച്ച് ടൈം പോകും. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ അറിയാത്തവർക്കും ആ ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഈ HDN നമുക്ക് ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇങ്ങനത്തുള്ള FOURIER സീരീസ് മെത്തേഡ് അല്ലെങ്കിൽ വിൻഡോയിങ് മെത്തേഡിലൊക്കെ ആണെങ്കിൽ കുറച്ച് ടാസ്ക് ആയിട്ട് വരുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ HDN കണ്ടുപിടിക്കാനുള്ളതാണ് അതിനകത്ത് വരുന്നൊരു മെയിൻ പോർഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയർ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ജസ്റ്റ് എഴുതാം ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഒരു HDN വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ അങ്ങനൊരു ഇതുപോലത്തുള്ള ഇൻ്റഗ്രേഷൻ വരുമ്പോൾ അതായത് ഈ FOURIER സീരീസ് മെത്തേഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് HDN എന്ന് വെച്ച് കഴിഞ്ഞാൽ FOURIER സീരീസ് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ HDNൻ്റെ മെത്തേഡ് വരുന്ന കേസിൽ അതിൻ്റെ ഈ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ raised to j theta, e raised to -j theta അങ്ങനെ സൈന് കൊസൈനും അതിലേക്ക് കൺവേർട്ട് ചെയ്ത് ജനറലായിട്ട് ഒരു എക്സ്പ്രഷൻ എഴുതും. ആ ജനറൽ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കേസിൽ 1/n π sin n ഇത്രയും സെയിം ആയിരിക്കും. എന്താണ് അതിൻ്റെ ഡിനോമിനേറ്റർ n π ആയിരിക്കും. അതുപോലെ സൈന് n ഇത്രയും കോമൺ ആയിരിക്കും. ഇനി ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റ് മാത്രമേ അവിടെ വ്യത്യാസമായിട്ട് വരത്തുള്ളൂ. നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് നോക്കണം. ഓക്കെ, ഔട്ടർ മോസ്റ്റ് നോക്കണം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് 1/n π കോമൺ ആയിരിക്കും ഇല്ലേ, ഇൻറ്റു സൈന് എന്നും കോമൺ ആയിരിക്കും. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കേസിൽ മാക്സിമം ലിമിറ്റ് നോക്കുക. മാക്സിമം ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ π ആണ്. ഓക്കെ, π ആണ്. ഇനി ബിറ്റ്വീൻ -π/4 π/4 അതിന് വാല്യൂ ഇല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മൈനസ് എടുക്കും. സൈന് n കറക്റ്റ് ആണ്. എന്നിട്ട് അതിൻ്റെ മാക്സിമം അതായത് പോസിറ്റീവ് എടുക്കും, ദാറ്റ് ഈസ് π/4 എടുക്കും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ ആയി കിട്ടുന്നത് 1/n π sin n π മൈനസ് സൈൻ n π/4 ഇങ്ങനെ ആയിരിക്കും നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നത്. ചെയ്ത് നോക്കിയാൽ മതി, ഇങ്ങനെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ എക്സാമിന് നമ്മളിപ്പോൾ HDNൻ്റെ സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആക്കിയിട്ട് ആ ആൻസർ എഴുതിയാൽ മതി. നമുക്ക് ആൻസറാണ് വേണ്ടത്. ഓക്കെ, ഇൻ്റഗ്രേഷൻ അല്ല, DSPയുടെ കേസിൽ നമുക്ക് എൻ്റെ ആൻസറാണ് വേണ്ടത്. അപ്പോൾ ആ മെത്തേഡ് എഴുതിയിട്ട് ഈ ആൻസർ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഞാനതൊന്നും കൂടെ പറയാം. നമ്മൾ ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വന്നിരിക്കുന്നത് π/4 പൈക്കും ഇടയ്ക്ക് അതിന് വാല്യൂ 1 ആണ്. സിമിലർലി -π/4 -πയ്ക്കും ഇടയ്ക്കും അതിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ദിസ് ഈസ് HD e raised to j omega. ഇങ്ങനത്തുള്ള കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്താണ്, ഈ HDN ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അതിൻ്റെ ആ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസറിനകത്ത് ഡിനോമിനേറ്ററിൽ എന്ത് കാണും, n π മസ്റ്റായിട്ടും കാണും.
പിന്നെ ഒരു സൈൻ ഫാക്ടർ കാണും, അതുപോലെ ഇവിടെ ഒരു എന്നും കാണും. ഇത്രയും കോമൺ ആണ് ഏതെടുത്താലും. ഓക്കെ, അപ്പം അതിൽ ഈ ഫസ്റ്റ് ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാക്സിമം വാല്യൂ ഉള്ളതിൻ്റെ കേസിൽ -π to π ആണ്. അപ്പോൾ ആ മാക്സിമം വാല്യൂ ഇവിടെ എഴുതുക, പോസിറ്റീവ് വാല്യൂ എഴുതുക. ഇനി ഈ റീജിയൻ ഇല്ല, സോ മൈനസ് എഴുതുക. അവിടെയും എന്തായിരിക്കും, സൈന് n കോമൺ ആയിരിക്കും. ഇനി എന്താണ് വേണ്ടത്, ഈ ഒരു എന്താണ് π/4 ആ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഇവിടെ മാക്സിമം എടുക്കുക, ദാറ്റ് ഈസ് π/4 എടുക്കുക. അപ്പം ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ 1/nπ ഇൻറ്റു സൈൻ nπ മൈനസ് സൈൻ π/4 എന്നായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ കേസിൽ HD of n കിട്ടി. ദിസ് ഈസ് അവർ HD of n. ദിസ് ഈസ് HD of n കിട്ടി. അപ്പം ഇത് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് HN ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, HN ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം HN എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് HN ഈക്വൽ ടു HDN ഇൻറ്റു നമ്മളുടെ വിൻഡോ ഫംഗ്ഷൻ. ഓക്കെ, അവർ വിൻഡോ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ WHN ആണ്, ദാറ്റ് ഈസ് ഹാമിംഗ് വിൻഡോ ആണ്. ഹാമിംഗ് വിൻഡോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ HDN കിട്ടി. നമുക്ക് WHN എക്സ്പ്രഷൻ നമുക്കറിയാം. ഓക്കെ, WHN എന്താ, WHN ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.54 പ്ലസ് 0.46 cos 2πn/n-1 4 minus n-1/2 less than n-1/2 equal to 0 otherwise. ഇതാണ് നമ്മളുടെ ഹാമിംഗ് വിൻഡോയുടെ എക്സ്പ്രഷൻ അല്ലേ. 0.54 പ്ലസ് 0.46 cos 2πn/n-1 ഈ റീജിയനിൽ കാണും, ഈക്വൽ ടു 0 അതർവൈസ്. ഇനിയിപ്പം ഇതിൻ്റെ കേസിൽ n വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് n നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട n എന്ന് വെച്ചാൽ 11 തന്നിട്ടുണ്ട്. ഹിയർ n ഈക്വൽ ടു 11 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ എന്ത് വരും, ഈ -n-1/2 ടു n-1/2 എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് ഓഫ് 11 minus 1/2 less than or equal to n less than or equal to plus 11 minus 1/2 എന്ന് വരും. ദാറ്റ് ഈസ് എന്ത് വരും, ഇതിൻ്റെ കേസിൽ 10/2 ദാറ്റ് ഈസ് -5 less than or equal to n less than or equal to +5 വരും. ഓക്കെ, അപ്പോൾ -5 to +5 ആണ് നമുക്ക് അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ അതിനകത്ത് അപ്പം ഇതിൻ്റെ കേസിൽ HN ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്തിൻ്റെയൊക്കെയാണ്, HNൻ്റെ വാല്യൂ -5 to 5 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ എന്ത് വരും എന്ന് പറഞ്ഞേ. ഇപ്പം എന്ത് വരും, അതായത് h of -5, h of -4, h of -3, h of -2, h of -1, h of 0, h of 1, h of 2, h of 3, h of 4, h of 5. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ HN ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ വിൻഡോയുടെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയാം, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, അതായത് ഈ H0 തൊട്ട് ഇത്രയും വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. H1 തന്നെ ആയിരിക്കും h of -1 വരുന്നത്, H2 എന്നായിരിക്കും h of -2, സിമിലർലി H5 എന്നായിരിക്കും h of -5. നമ്മൾ അതിൻ്റെ കേസിൽ റിയലൈസേഷൻ്റെ കേസിൽ പഠിച്ചതായിരുന്നു. ലീനിയർ ഫേസ് സ്ട്രക്ചർ പഠിച്ചതായിരുന്നു അല്ലേ. FIR ഫിൽറ്ററിന്റെ ലീനിയർ ഫേസ് സ്ട്രക്ചർ ആണ്. അപ്പോൾ അതിന്റെ കേസിൽ കോഎഫിഷ്യൻസ് -1 1 സെയിം ആയിരിക്കും, 2 -2 സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കോഎഫിഷ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. h of 0 to h of 5 ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ എയിം HN കണ്ടുപിടിക്കാനുള്ളതാണ്. ഇപ്പം നമുക്ക് HDന്റെ എക്സ്പ്രഷൻ അറിയാം, അതുപോലെ WHന്റെ എക്സ്പ്രഷൻ അറിയാം അല്ലേ. HDന്റെ എക്സ്പ്രഷൻ എന്താണ്, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ HD of n ആൻഡ് ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ WH of n. ഇനി എന്ത് ചെയ്യണം, ഈ HDNന്റെ വാല്യൂസ് ഇത്രയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സിമിലർലി h of n-ൻ്റെയും ഇത്രയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് രണ്ടും കൂടെ കറസ്പോണ്ടിങ് പോയിന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മളുടെ h of n എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? ഇതിൻ്റെ കേസിൽ h of n ആണ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് HDN with the window function. Here the window function is Hamming window, WH of n ആണ്. ഇതിനകത്ത് n 11 തന്നിട്ടുണ്ട്. അപ്പം -5 to +5 ആണ് വാല്യൂ വരുന്നത്.
അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇത്രയും കോഎഫിഷ്യൻസ് വരും. അതിൽ h0 to h5 കണ്ടുപിടിച്ചാൽ മതി. ഈ -5 to -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിം തന്നെ ആയിരിക്കും. പിന്നെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇതിൻ്റെ കേസിൽ ഈ HDN നമുക്ക് ഓൾറെഡി എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് h(0), hd(0), hd(1), hd(2) ഓരോന്ന് n-ന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് ആ HDN -5 to +5 ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഹാമിംഗ് വിൻഡോ ഉണ്ടല്ലോ, അതിനും എന്ത് ചെയ്യുക, n-ന് ഡിഫറെൻറ്റ് വാല്യൂസ് 0 to 5 കൊടുക്കുക, -1 to -5 സെയിം തന്നെ ആയിരിക്കും. ലാസ്റ്റ് നമുക്ക് വേണ്ടത് HN ആണ്. അപ്പോൾ അതങ്ങനെ കിട്ടും. ഇത് രണ്ടും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത കറസ്പോണ്ടിങ് പോയിന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് ഇപ്പോൾ h(0) എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, hd(0) ഇൻറ്റു wh(0). h(1) എന്ന് വെച്ചാൽ എന്തായിരിക്കും, hd(1) ഇൻറ്റു wh(1). അങ്ങനെ സിമിലർലി കറസ്പോണ്ടിങ് പോയിന്റ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് HN കിട്ടും. ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് HDN-ൻ്റെ വാല്യൂ എഴുതുകയാണ്. HDN-ൻ്റെ വാല്യൂ 1/n π sin n π മൈനസ് sin n π/4 ആണ്. നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത വാല്യൂ ആണ്. ഇതിനകത്ത് hd(0) ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. hd(0) ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഇപ്പോഴത്തേക്ക് എന്ത് വരും? 1/n π sin 0 മൈനസ് sin 0. അപ്പോൾ ഇത് n0 എടുക്കുമ്പോഴത്തേക്ക് 0/0 ഫോം വരും അല്ലേ, 0/0 ഫോം വരും. ഇപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു അപ്ലൈ എൽ ഹോസ്പിറ്റൽസ് റൂൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് അതിന് ഡെറിവേറ്റീവ് എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ n π വരുമ്പോഴത്തേക്ക് കോസ് n π n വരും, മൈനസ് സൈൻ n π/4 കോസ് n π/4, n π/4 π/4 ഡിവൈഡഡ് ബൈ ഈ n π ചെയ്യുമ്പോഴത്തേക്ക് പൈ കിട്ടും. ഓക്കെ, അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.75 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് അവർ hd(0) വാല്യൂ 0.75 കിട്ടും. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? hd(1) ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ കേസിൽ n-ന് 1 കൊടുക്കുകയാണ്. അപ്പോൾ 1/π ഇൻ്റഗ്രൽ സൈൻ പൈ മൈനസ് സൈൻ π/4 സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ മൈനസ് 0.225 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എന്തായിരിക്കും? hd(-1) ആയിരിക്കും. hd(n) ഈസ് സെയിം ആസ് hd(-1) ആയിരിക്കും ലീനിയർ ഫേസ് സ്ട്രക്ചർ വെച്ചിട്ട്. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? hd(2)ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ എക്സ്പ്രഷനകത്ത് n-ന് 2 കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π സൈൻ 2π മൈനസ് സൈൻ π/2. ഓക്കെ, ഇവിടെ n-ന് 2 കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0.159 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു hd(-2) ആയിരിക്കും. ഇനി എന്താണ് എടുക്കണം? hd(3) ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു n-ന് ഈ എക്സ്പ്രഷൻ 3 കൊടുക്കുക. ദാറ്റ് ഈസ് 1/3π സൈൻ 3π മൈനസ് സൈൻ 3π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ മൈനസ് 0.075 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു hd(-3) സെയിം ആസ് +3 സെയിം ആസ് -3. ഇനി നെക്സ്റ്റ് hd(4) ഫൈൻഡ് ഔട്ട് ചെയ്യുക. 1/4π ഓക്കെ സൈൻ 4π മൈനസ് സൈൻ π എന്ന് വരും. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് 0 കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു hd(-4). ഇനി എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി? ഇതിനകത്ത് നമ്മൾ 0 to 4 വരെ ഫൈൻഡ് ഔട്ട് ചെയ്ത്, അതുപോലെ -4 ഫൈൻഡ് ഔട്ട് ചെയ്ത്, ഇനി h(5) ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് hd(5) ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5π സൈൻ 5π മൈനസ് സൈൻ 5π/4. അതിൻ്റെ വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് 0.045 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു hd(-5). അപ്പം നമ്മൾ ഇതിൻ്റെ കേസിൽ HDN ഉണ്ടല്ലോ, HDN-ൻ്റെ വാല്യൂ
ഈ -5 to 5 ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? WHന്റെ വാല്യൂ -5 to 5 വാല്യൂസ് റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ ആ വിൻഡോയിൽ ഫംഗ്ഷൻ എഴുതുകയാണ്. ഹാമിംഗ് വിൻഡോ ഫംഗ്ഷൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് WH of n equals 0.54 plus 0.46 cos 2 pi n by n minus 1 for minus n minus 1 by 2 less than or equal to n less than or equal to n minus 1 by 2 equal to 0 otherwise. ഓക്കെ, ഇനി ഇതിൻ്റെതും WN നമ്മൾ ആദ്യം 0 ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. WH of 0 equal to പറഞ്ഞ 0.54 plus 0.46 n 0 എടുക്കുക. ഈ n എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ആണ്. അപ്പോൾ എന്ത് കിട്ടും? cos 0 എന്ന് കിട്ടും. cos 0 that is equal to cos 0 1 ആണ്. സോ 0.54 plus 0.46 എന്ന് വെച്ചാൽ 1 കിട്ടും. ഇനി നമുക്ക് WH of 1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.54 പ്ലസ് 0.46 കോസ് എന്നിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് 2 പൈ അല്ലേ, 2 പൈ ബൈ 10 എന്ന് കിട്ടും. n-1 n ഈക്വൽ ടു 11 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.912 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു WH of -1. WH of 2 ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.54 പ്ലസ് 0.46 കോസ് 4 പൈ ബൈ 10 that is equal to 0.682 that is equal to WH of -2. ഈ ഇങ്ങനത്തുള്ള പ്രോബ്ലത്തിനകത്ത് ഈ HD of n ഉണ്ടല്ലോ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന HDN ഉള്ളു ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ളത്. ബാക്കി നമ്മൾ വിൻഡോ ഫംഗ്ഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇതിനകത്ത് n വാല്യൂസ് വെച്ചിട്ട് ഏത് പ്രോബ്ലം വന്നാലും സെയിം പ്രൊസീജിയർ, ഇതുപോലെ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. അത് വേറെ ഒന്നും ചോദിക്കാനില്ല കേട്ടോ. ഓക്കെ, ഇതിനകത്ത് എൻ്റെ വാല്യൂ 11 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ -5 to 5 വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ കമ്പ്യൂട്ട് ചെയ്യണം, ഈ HD കമ്പ്യൂട്ട് ചെയ്യണം, WHൻ്റെ കമ്പ്യൂട്ട് ചെയ്യണം. ഇനിയിപ്പോൾ സപ്പോസ് ഇത് വേറൊരു വിൻഡോ ചോദിച്ചിരിക്കുന്നത്, ഹാനിങ് വിൻഡോ ചോദിച്ചെങ്കിൽ നമ്മൾ അവിടെ ഈ വിൻഡോ ഫംഗ്ഷൻ എടുക്കും. ഏതാണ്? ഹാനിങ് വിൻഡോയുടെ വിൻഡോ ഫംഗ്ഷൻ എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കും. റെക്ടാംഗുലർ വിൻഡോ വയ്ക്കുകയാണെങ്കിൽ ആ റെക്ടാംഗുലർ വിൻഡോയുടെ ഫംഗ്ഷൻ എടുത്തിട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. എല്ലാത്തിൻ്റെയും സെയിം പ്രൊസീജിയറാണ്. ഒരു പ്രോബ്ലം നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇതുമായിട്ടുള്ള ഏത് പ്രോബ്ലം ആണെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളൂ, അല്ലാതെ പിന്നെ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്തുണ്ടെങ്കിൽ WH of 3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഈ എക്സ്പ്രഷനകത്ത് n-ന് 3 കൊടുക്കുക. അത്രയേ ഉള്ളൂ. 0.54 പ്ലസ് 0.46 കോസ് എന്ത് വരും? 6 പൈ ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.398 ദാറ്റ് ഈസ് ഈക്വൽ ടു WH of എന്തായിരിക്കും? വെരി ഗുഡ്, -3. ഇനി WH of 4 ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.54 പ്ലസ് 0.46. ഇവിടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 8 പൈ വരും അല്ലേ? 8 കോസ് 8 പൈ ബൈ n-1 11 - 1 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1678 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു WH of -4. ഇനി എന്ത് കണ്ടുപിടിക്കണം? ലാസ്റ്റ് പോയിന്റ് WH of 5 ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 പ്ലസ് 0.46 കോസ് പൈ എന്ന് വരും. ഓക്കെ, കോസ് പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.08 ഇറ്റ് ഈസ് ഈക്വൽ ടു WH of -5. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ എന്തും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ WHൻ്റെ വാല്യൂ -5 to 5 ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓൾറെഡി HDN-ൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി എന്ത് കണ്ടുപിടിക്കണം? HN കണ്ടുപിടിക്കണം. HN എന്ന് വെച്ചാൽ എന്തായിരിക്കും? കറസ്പോണ്ടിങ് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എഴുതുവാണ് H of 0 ഈക്വൽ ടു HD of 0ൻ്റെ വാല്യൂ 0.75 ആയിരുന്നു ഇൻറ്റു WH of 0ൻ്റെ വാല്യൂ 1 ആയിരുന്നു. ഓക്കെ, ഈ കറസ്പോണ്ടിങ് പോയിന്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കേസിൽ തന്നെ ഈ വാല്യൂസും ഇതിൻ്റെ കറസ്പോണ്ടിങ് ഈ വാല്യൂസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഈ എക്സ്പ്രഷനകത്ത് ഇടും. ഇതും ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതും ഫൈൻഡ് ഔട്ട് ചെയ്ത് H of 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ HD of 0 ഇൻറ്റു WH of 0. H of 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ HD of 1 ഇൻറ്റു WH of 1. ഓക്കെ,
ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. ചെയ്യുമ്പോഴത്തേക്ക് 0.75 എന്ന് കിട്ടും. അടുത്ത h of 1 ഈക്വൽ ടു മൈനസ് 0.225 ഇൻറ്റു 0.912 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0.2052. തേർഡ് h of 2 ഈക്വൽ ടു രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതുകയാണ് 0.1084. h of 3 ഈക്വൽ ടു മൈനസ് 0.03. h of 4 ഈക്വൽ ടു h of 4 വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ h of 4 0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 0 ഇൻറ്റു WH of 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. 0 വരും. ഇനി h of 5 കൂടെ ഉള്ളു. h of 5 ഈക്വൽ ടു അതിൻ്റെ വാല്യൂ 0.0036 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഫോറിയർ സീരീസ് മെത്തേഡിൽ പഠിച്ച h of z മാറ്റമൊന്നുമില്ല. ദാറ്റ് ഈസ് h of z ഈക്വൽ ടു h of 0 പ്ലസ് സമ്മേഷൻ n ഈക്വൽസ് 1 ടു n മൈനസ് 1/2 ആണ്. ഇവിടെ 5 ഇൻറ്റു hn ഇൻറ്റു z റൈസ് ടു n പ്ലസ് z റൈസ് ടു മൈനസ് n. ഈ എക്സ്പ്രഷൻ എങ്ങനെ വരും എന്നുള്ള കാര്യം നമ്മൾ ഫോറിയർ സീരീസ് മെത്തേഡ് പാർട്ട് 1 ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹൗ വിൽ യു ഗെറ്റ് ദിസ് h of z? ദാറ്റ് ഈസ് h of z ഈക്വൽ ടു h0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to 5 hn zn പ്ലസ് z റൈസ് ടു മൈനസ് n. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യാം. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് HZൻ്റെ എക്സ്പ്രഷൻ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ h0ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൈനസ് 1 to 5 വരെയുള്ള hൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എഴുതാം h of z ഈക്വൽ ടു h0ൻ്റെ വാല്യൂ 0.75 ആയിരുന്നു. മൈനസ് ഇത് രണ്ടും കോമൺ എടുക്കും. അതായത് നമുക്കറിയാം h0യുടെ വാല്യൂ 0.75. h1 എന്ന് വെച്ച് കഴിഞ്ഞാൽ h1ൻ്റെയും ദിസ് ഈസ് ഈക്വൽ ടു h of -1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു h of -2 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു h of -3 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു h of -4 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു h of -5 ആണ്. നമ്മളുടെ ലീനിയർ ഫേസ് സ്ട്രക്ചർ വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് മൈനസ് ഇതിൻ്റെ കേസിൽ കോഎഫിഷ്യൻ്റ് h of 1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് 0.2052. അതിൻ്റെ z കോഎഫിഷ്യൻ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും. ദാറ്റ് z റേസ് ടു 1 പ്ലസ് z റേസ് ടു -1 വരും. ഇനി അടുത്ത ഈ h of 2ൻ്റെത് ദാറ്റ് ഈസ് മൈനസ് 0.1084 ഇൻറ്റു എന്ത് വരും? z റേസ് ടു സ്ക്വയർ പ്ലസ് z റേസ് ടു -2 വരും. പ്ലസ് അടുത്തത് h of 3ൻ്റെത് മൈനസ് 0.03 ഇൻറ്റു z റേസ് ടു 3 പ്ലസ് z റേസ് ടു -3 വരും. h of 4ൻ്റെ വാല്യൂ 0 ആണ്. പ്ലസ് h of 5ൻ്റെ വാല്യൂ 0.0036 ഇൻറ്റു z റേസ് ടു 5 പ്ലസ് z റേസ് ടു -5. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്കറിയാം നമ്മൾ സ്ട്രക്ചറൊക്കെ പഠിച്ചതാണ്. സ്ട്രക്ചർ പഠിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന കമ്പൗണ്ട്സ് വെച്ച് കഴിഞ്ഞാൽ ആഡർ, മൾട്ടിപ്ലയർ, ഡിലേ എലമെൻറ്റ് അല്ലെ, ഇങ്ങനത്തെ ഡിലേ എലമെൻറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ഡിലേ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്ത് വന്നിട്ടുണ്ട്? പോസിറ്റീവ് ടേംസ് വന്നിട്ടുണ്ട് അല്ലേ. z സ്ക്വയർ, z ക്യൂബ്, z റേസ് ടു 5 പോസിറ്റീവ് ടേംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫിസിക്കലി റിയലൈസബിൾ അല്ല. നമ്മൾ ഫിസിക്കലി റിയലൈസബിൾ ആക്കാൻ വേണ്ടി ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഫിസിക്കലി റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഫിസിക്കലി റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ h ഡാഷ് ഓഫ് z ഈക്വൽ ടു ഇത് അതിനെയാണെങ്കിൽ z റേസ് ടു -5 കൊണ്ട് മൾട്ടിപ്ലൈ. ഇപ്പോൾ z റേസ് ടു -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇതെല്ലാം നമുക്ക് നെഗറ്റീവ് പവറായിട്ട് കിട്ടും. ഇസഡിൻ്റെ നെഗറ്റീവ് പവറായിട്ടാണ് വേണ്ടത്. ദാറ്റ് ഈസ് z റേസ് ടു -5 ഇൻറ്റു h ഓഫ് z. ദിസ് വിൽ ബി ദ ഫിസിക്കലി റിയലൈസബിൾ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ റീസൺ മനസ്സിലായോ? നമ്മളുടെ ഇത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഇസഡിന് പോസിറ്റീവ് പവേഴ്സ് വരും. ഇസഡ് പോസിറ്റീവ് പവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഈ ഒരു ഫാക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇസഡ് റേസ് ടു -n-1/2 z റേസ് ടു -n-1/2 ആണ്. ഇവിടെ നമ്മൾ n എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിരിക്കുന്ന എത്രയാണ്? 11 ആണ്. സോ എന്ത് വരും? 11 - 1/2 5 വരും. ദാറ്റ് ഈസ് z റേസ് ടു 5. ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്
എന്നിട്ട് ഈ എച്ച് ഡാഷ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസഡ് റേസ്റ്റ് -5 മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് എച്ച് ഓഫ് ഇസഡ്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം എന്താവും, എല്ലാം നെഗറ്റീവ് പവേഴ്സ് ആവും. ഓക്കെ, അപ്പോൾ ദാറ്റ് ബിക്കംസ് എ ഫിസിക്കലി റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റിനകത്ത് ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഈ ഒരു ഫാക്ടർ ഇസഡ് റേസ്റ്റ് -n-1/2 കൊണ്ട് മൾട്ടിപ്ലൈ. ഹിയർ n = 11 ആണ്. സോ ഇസഡ് റേസ്റ്റ് -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഫിസിക്കലി റിയലൈസബിൾ ഫിൽറ്റർ. ഞാൻ മെത്തേഡ് ഒന്നും കൂടെ പറയാം, സിമ്പിൾ ആണ്. വിൻഡോയിങ് ടെക്നിക്ക് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് തരും, അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഡിസൈഡ് ആയിട്ടുള്ള HDN ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് HDN കിട്ടും. ഇനി നെക്സ്റ്റ് എൻ്റെ കേസിൽ n തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം HN ആണ് ഈ FIR ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്, HDN എന്ന് വെച്ചാൽ ഡിസൈഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ഈ വിൻഡോ ഫംഗ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ HN ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന വിൻഡോ ഫംഗ്ഷൻ ഏതാണോ അതനുസരിച്ച് ആ വിൻഡോ ഫംഗ്ഷൻ ചൂസ് ചെയ്യാം. ഇനി ഹാമിങ് ആണോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ആണോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആ വിൻഡോ ഫംഗ്ഷൻ ഇവിടെ വരുമെന്നേ ഉള്ളൂ. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ കേസിൽ n = 11 ആണ്. സോ -5 to 5 ഉള്ള റേഞ്ച് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനകത്ത് ലീനിയർ ഫേസ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഈ പോസിറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നെഗറ്റീവ് സെയിം തന്നെ വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ HDNൻ്റെ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ അതിന് -5 to 5 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൻ്റെ നെഗറ്റീവ് സെയിം തന്നെ വരും. സെക്കൻഡ് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വിൻഡോ ഫംഗ്ഷനെയും -5 to 5 ചെയ്യുക, അതും ലീനിയർ ഫേസ് ആയതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു നെഗറ്റീവ്. നെക്സ്റ്റ് കറസ്പോണ്ടിങ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് HN കിട്ടും. HN നിന്ന് HZൻ്റെ എക്സ്പ്രഷനാണ് ഇത് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വരുന്നുള്ള പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇസഡിൻ്റെ വാല്യൂസ് നെഗറ്റീവും പോസിറ്റീവും വരും. നമുക്ക് നെഗറ്റീവ് വരാൻ പാടുള്ളൂ ഫിസിക്കലി റിയലൈസബിൾ സിസ്റ്റം, കാരണം നമ്മൾ അതിനകത്ത് ഡിലേ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഒരു ഡിലേ എലമെൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഇസഡ് റേസ് -1 കിട്ടും, അടുത്ത ഡിലേ എലമെൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഇസഡ് റേസ് -2 കിട്ടും. അങ്ങനെ ഇസഡിൻ്റെ നെഗറ്റീവ് പവറാണ് നമ്മൾ റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ ഫിസിക്കലി റിയലൈസബിൾ ആക്കാൻ വേണ്ടി ഇസഡ് റേസ് ടു -n-1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ n ഇപ്പോൾ തന്നിരിക്കും 11 ആണ്. സോ ഇസഡ് റേസ് -5 ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ h ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ H' of Z ആവും. ദാറ്റ് ബിക്കംസ് ഇസഡിൻ്റെ പവർ എല്ലാം നെഗറ്റീവ് ആയിട്ട് വരും. ദാറ്റ് ഈസ് എ ഫിസിക്കലി റിയലൈസബിൾ ഫിൽറ്റർ. ഇതാണ് ഒരു വിൻഡോയിങ് ടെക്നിക്കിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ. ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വിൻഡോ ഫംഗ്ഷൻ വരുന്ന ഏത് പ്രോബ്ലവും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കും. സോ സപ്പോർട്ട് അവർ ചാനൽ BTech VDC. താങ്ക് യു.